കീഴിൽ നീളുന്ന ജ്വാല, കാണാത്ത വഴികൾ തുറക്കും യേശുവിൽ നാം ഭയമില്ലാതെ. വിശ്വാസം അത് ലോകത്തെ മാറ്റും, യേശു നൽകും വിശ്വാസം, മുന്നേറാം തളരാതെ. നമ്മുടെ കർത്താവ് വിശ്വാസം പഠിപ്പിച്ചത് പലപ്പോഴും പല വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിലാണ് തൻ്റെ ശിഷ്യന്മാരെ വിശ്വാസം കർത്താവ് പഠിപ്പിച്ചത്. പല മേഖലകളിലുള്ള, പല സാഹചര്യങ്ങളിലുള്ള, പല സ്ഥലങ്ങളിലുള്ള വിശ്വാസം കർത്താവ് അതാത് സ്ഥലങ്ങളിലാണ് കർത്താവ് അവരെ വിശ്വാസം പഠിപ്പിച്ചത്. സൗഖ്യമാക്കുന്ന വിശ്വാസം രോഗികളുടെ മുൻപിൽ വെച്ച് കർത്താവ് അവരെ സൗഖ്യമാക്കുന്നത്, എങ്ങനെയാണ് സൗഖ്യമാക്കുന്നത്, എങ്ങനെയാണ് രോഗികൾ സൗഖ്യമാകുന്നത്, ഇതെല്ലാം കർത്താവ് അവിടെ പഠിപ്പിക്കുകയും ആ രോഗികളോട് ഇൻട്രാക്റ്റ് ചെയ്യുകയും അവരോട് സംസാരിക്കുകയും അവരിൽ വേണ്ട റിക്വയർമെൻറ്റ്സ് എന്താണ്, ഒരു ദൈവിക സൗഖ്യം അവർക്ക് ലഭ്യമാക്കുവാൻ അവർക്ക് വേണ്ട മാനസികമായിരിക്കുന്ന ഒരുക്കം എന്തൊക്കെയാണ്, അവരെപ്രകാരമുള്ളവരാണ്, ആർക്കാണ് ഈ സൗഖ്യം, സ്വർഗീയ സൗഖ്യം അല്ലെങ്കിൽ ദൈവിക സൗഖ്യം ലഭിക്കുന്നത് എന്നെല്ലാം കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് പല സെഷൻസ് കർത്താവ് നടത്താറുണ്ട്. എന്തിനാണ് ആ സെഷൻ നടത്തുന്നത്? തൻ്റെ ശിഷ്യന്മാരത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ കർത്താവ് ഒരു വലിയ വിശ്വാസത്തിൻ്റെ പാഠം പഠിപ്പിക്കുകയാണ്. അത് പഠിപ്പിക്കുന്ന എവിടെയാണെന്നറിയാമോ? നടുക്കടലിൽ വെച്ച് വലിയ കൊടുങ്കാറ്റും പേമാരിയും അവർ സഞ്ചരിക്കുന്ന ആ ചെറു വഞ്ചിയെ മുക്കിക്കളയുവാൻ തക്കവണ്ണം ശക്തിയുള്ള വലിയ കൊടുങ്കാറ്റ് അതിലേക്ക് ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ബോട്ടിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം കയറിക്കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കടലിൽ പരിചയമുള്ളവരാണ്. അവരതിനെ അതിജീവിക്കുവാനായിട്ട് അവരുടെ എല്ലാ കഴിവുകളും പരിശ്രമങ്ങളും നടത്തി. അതിനുശേഷം അവർക്ക് മനസ്സിലായി, ഈ കാറ്റിലും തിരമാലയിലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, അത്ര ശക്തമാണ്. അപ്പോൾ അവർ യേശുവിനെ വിളിക്കണം, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പോഴവർ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ നശിച്ചു പോവുകയാണ്. കർത്താവ് അവിടെ രക്ഷപ്പെട്ടു പോകുമെന്നും കർത്താവ് ഇപ്പോൾ ഉറങ്ങിക്കിടന്നാൽ അല്ലെങ്കിൽ മൗനമായിരുന്നാലും കർത്താവിനെ മുക്കിക്കളയുവാൻ കഴിയത്തില്ലെന്നും അവർക്കെന്തോ വിശ്വാസമാണ്. അതുകൊണ്ടാണ് പറഞ്ഞേ, നമ്മൾ മുങ്ങിപ്പോകുമെന്ന് പറയുന്നതിന് പകരം അവർ പറഞ്ഞാണ് ഞങ്ങൾ നശിച്ചു പോകുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ കർത്താവ് എഴുന്നേറ്റിട്ട് അവരോട് പറഞ്ഞത് എന്താണ്? അവരെ ശാസിക്കുകയാണ് ആദ്യം ചെയ്തത്. കർത്താവ് അവരോട് ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ്, നിങ്ങളുടെ വിശ്വാസം എവിടെ? അതിൻ്റെ അർത്ഥം, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ അപ്ലൈ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ ഇവിടെ പ്രാവർത്തികമാക്കണമായിരുന്നു എന്നാണ് കർത്താവ് അവിടെ ആവശ്യപ്പെട്ടത്. എന്ത് ചെയ്യും നിങ്ങളുടെ വിശ്വാസം? എവിടെയാണ് നിങ്ങളുടെ വിശ്വാസം? അടുത്ത ചോദ്യം, അടുത്ത കർത്താവിൻ്റെ വാക്കിലായിരുന്നു, നിങ്ങൾ ഭീരുക്കളാകുന്നത് എന്തിനാ? നിങ്ങൾക്ക് വിശ്വാസമില്ല, രണ്ട്, നിങ്ങൾ ഭീരുക്കളാകുകയും ചെയ്യുന്നു. ഇതായിരുന്നു അവരുടെ പരാജയം. അവിടെ കർത്താവ് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉടനെ കർത്താവ് എന്താ ചെയ്തത്? കർത്താവ് എഴുന്നേറ്റിട്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അടങ്ങാൻ പറഞ്ഞു. ഉടനെ കാറ്റും കടലും അടങ്ങി വലിയ ശാന്തത കൈവരിച്ചു. ഉടനെ ശിഷ്യന്മാർ അതിശയിക്കുകയാണ്. അവർ പരസ്പരം ചോദിക്കും, അയ്യോ ഇതെങ്ങനെ ഒരു മനുഷ്യൻ, ഇതെന്തൊരു മനുഷ്യൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. അവിടെ കർത്താവ് പഠിപ്പിച്ച ഒരു വലിയ വിശ്വാസത്തിൻ്റെ പാഠമുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളിൽ നിലവിളിക്കാനല്ല കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതിസന്ധികളിലും നിലവിളിക്കുന്നവനല്ല വിശ്വാസി, കരയുന്നവനല്ല വിശ്വാസി എന്നൊരു വലിയ പാഠം കർത്താവ് അവിടെ പഠിപ്പിക്കുക. പ്രതികൂലത്തിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും കരയുന്നവനല്ല വിശ്വാസി. കർത്താവ് അവിടെ പറയുകയാണ്, നീ എഴുന്നേറ്റ് ശാന്തമാകാൻ കൽപ്പിക്കുക. നിൻ്റെ പ്രതിസന്ധികളോടും പ്രതികൂലങ്ങളോടും പ്രയാസങ്ങളോടും പ്രശ്നങ്ങളോടും പറയാൻ പഠിക്കുക. ശാന്തമാകുക, അടങ്ങ്, എല്ലാം ശരിയാകും. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ട്രാക്റ്റ് പ്രസിദ്ധീകരിച്ചു. അതിങ്ങനെയായിരുന്നു, സാരമില്ലെന്നേ, ഒരു ദിവസം എല്ലാം ശരിയാകുമെന്നായിരുന്നു. ഇതിനൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ ആ ലേഖ എഴുതാനിടയായത്. പക്ഷേ ഈ ഹെഡിങ് വളരെയധികം ചലനം സൃഷ്ടിച്ചു. ഒരുപാട് പേര് അത് വായിക്കുകയും എനിക്ക് ഒരു മറുപടി അയക്കുകയും ചെയ്തു. അത് ഞങ്ങളെ വളരെയധികം ആശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഒരിക്കലൊരു സഹോദരൻ ആ ട്രാക്റ്റ് എടുത്തുകൊണ്ട് പോയി തൻ്റെ വീട്ടിൽ പോയി, താൻ വലിയ കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സമയമായിരുന്നു.
ഈ വാക്ക് അദ്ദേഹം ആ കലണ്ടറിൽ 1-2 മാസങ്ങൾ ഓരോ ഡേറ്റിലും ആ കോളത്തിൽ അദ്ദേഹം എഴുതി വെച്ചു. സാരമില്ലെന്നേ, ഒരു ദിവസം എല്ലാം ശരിയാകും. ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആ ട്രാക്റ്റ് ആ മനുഷ്യൻ തൻ്റെ വീട്ടിലെല്ലാ കലണ്ടറിലും എഴുതി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. പിൽക്കാലത്ത് അദ്ദേഹം വളരെ വിജയകരമായി തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുവാനും അനുഗ്രഹിക്കപ്പെട്ടൊരു ജയജീവിതം നയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത്, പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മൾ പറയുന്ന പ്രസ്താവനകളും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചിന്തകളും ഒക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണ്. ഈ പ്രയാസങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ അയ്യോ ഞാൻ നശിച്ചു പോവുകയാണല്ലോ, ഞങ്ങൾ നശിച്ചു പോവുകയാണല്ലോ എന്നല്ല പറയേണ്ടത്. ഈ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ സാഹചര്യങ്ങളും ഈ തകർച്ചകളും എല്ലാം ശാന്തമാകട്ടെ, എല്ലാം അടങ്ങട്ടെ. ഞാൻ ജീവിതത്തിൻ്റെ വിജയത്തിലേക്കും അനുഗ്രഹത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നിടത്താണ് യഥാർത്ഥ വിശ്വാസം പ്രാവർത്തികമാണ്. ഇതാ യേശു പഠിപ്പിച്ച വിശ്വാസം. നിങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുമ്പോൾ എങ്ങോട്ടും പോകാനൊരു വഴിയില്ല, നടുക്കടലിലാണ് നിങ്ങൾ, ഒരു ഓപ്ഷനില്ല അവിടെ. പക്ഷെ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം കർത്താവ് പഠിപ്പിക്കുകയാണ്. എല്ലാത്തിനും ഒന്ന് ശാന്തമാക്കാൻ നിങ്ങൾക്ക് പറയാം. ആടി ഒലിക്കുന്ന ബോട്ടിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പഠിപ്പിച്ച വിശ്വാസത്തിൻ്റെ ഒരു പാഠം കൂടെ ഞാൻ പറയട്ടെ. അത് പ്രതികൂലങ്ങളുടെ നടുവിൽ ഈ വിശ്വാസം എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടതെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. അത് ആ പ്രതികൂലങ്ങളോട് അതിനെതിരെ സംസാരിക്കുക, പ്രയാസങ്ങളോട്, നിരാശയോട്, കടബാധ്യതയോട്, സാമ്പത്തിക ഞെരുക്കത്തോട് അതിനെതിരെ സംസാരിക്കുക, അതിനെതിരെ നമ്മൾ പറയുക. അവിടെയാണ് നമ്മുടെ വിശ്വാസം പ്രാവർത്തികമാകുന്നത്. വഴി തുറക്കും, എല്ലാം ശരിയാകും, അത്ഭുതങ്ങൾ നടക്കും, എല്ലാം നന്നായി വരും, എല്ലാം ഉയർച്ചയിലേക്കാണ്, എല്ലാം ക്രിയാത്മകമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ പാഠമെന്ന് പറയുന്നത്. അതാണ് യേശു പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രതികൂലത്തിൽ കരയുന്നവരായിട്ടല്ല, പറയുന്നവരായി മാറണം. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തകരുന്നവരായിട്ടല്ല, ഹല്ലേലൂയ, തകരുന്നവരായിട്ടല്ല, പിന്നെയോ നമ്മൾ തകർക്കുന്നവരായി മാറണം. നമുക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും തകർക്കുന്നവരായി മാറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് പഠിക്കാം. കാറ്റു വീശുമ്പോഴും ശാന്തം, അവന്റെ കയ്യിൽ നാം സുരക്ഷിതർ. കണ്ണുനീർ വഴിച്ചിരി വിരിയും പ്രതീക്ഷയായി ഓരോ പ്രഭാതം. വിശ്വാസം അത് ലോകത്തെ മാറ്റും. യേശു നൽകും വിശ്വാസം. മുന്നേറാം തളരാതെ, നേടാം വിജയങ്ങൾ, പറക്കാം ഉയരങ്ങൾ, തകർക്കും തടസ്സങ്ങൾ. വിശ്വാസം അത് ലോകത്തെ മാറ്റും. തടസ്സങ്ങൾ മതിലാകുമ്പോൾ വചനങ്ങൾ പാലം തീരും. കൈനീട്ടി വിളിക്കൂ അവനെ, ഉരുവാക്കിലിരുണ്ട് നീ